ഹലോ ഫ്രണ്ട്സ്, ആരും സ്ക്രോൾ ചെയ്ത് പോവല്ലേ. ഞാൻ എൻ്റെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുക, അല്ലെ ദൈവികമായുള്ള ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതെല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ദേവത. ഞാൻ പണ്ട് തൊട്ടേ ഭദ്രകാളി ദേവിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഭദ്രകാളി ദേവിയെ വളരെ ഇഷ്ടമാണ്. ഞാൻ അമ്പലത്തിൽ സ്ഥിരം പൊക്കോണ്ടിരുന്ന, ഇവിടെ അടുത്തൊരു കുടുംബക്ഷേത്രമുണ്ട്, വലിയ വീട്ടിലെ അമ്പലം. അവിടെ ഞാൻ പോകുമായിരുന്നു. ഉത്സവം വരുമ്പോൾ പോകും, അല്ലാതെ ചുമ്മാ പ്രാർത്ഥിക്കാനാണെങ്കിൽ പോകും. അങ്ങനെയൊക്കെയായിരുന്നു. ഒരു ദിവസം ഒരു രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കാവിലിങ്ങനെ രാത്രിയിലിങ്ങനെ കടന്നുറങ്ങുന്നു. അപ്പം എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ കാവിലിങ്ങനെ കടന്നുറങ്ങുക. പെട്ടെന്ന് ഞാൻ ആ കാവിൽ നിന്ന് നടന്ന് എൻ്റെ വീട്ടിലോട്ട് വരുന്നതായിട്ട് ആ സ്വപ്നം കണ്ട്. പക്ഷേ ഈ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അതായിരുന്നു ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടില് എനിക്ക് ഭദ്രകാളി ദേവിയെ കുടിയിരുത്തി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനൊരു ശില്പം പോലെ ഇങ്ങനെ പണിതിട്ട്, ശിവലിംഗം പോലെയൊക്കെ ഒരു ശില്പം രൂപീകരിച്ച്, പിന്നെ എന്താ പറയാ, ചെമ്പരത്തിപ്പൂ, ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ചെമ്പരത്തിപ്പൂ. അതൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചൊക്കെ പ്രാർത്ഥിക്കുക. പക്ഷെ ഞാൻ വെച്ച സ്ഥലം തെറ്റിപ്പോയി. കാരണം ചില അവിടെ ഈ എന്താ പറയാ, വേസ്റ്റ് ഒക്കെ പോകുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞാൻ. അവിടെ പറയില്ല, ഫ്ലഷ് ടാങ്കിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് പോകത്തില്ലേ, അവിടെ ആയിരുന്നു ഞാനത് സ്ഥാപിച്ചപ്പം. ഞാൻ അടുക്കള ഇങ്ങനെ വെള്ളം കുടിക്കാൻ പോയ സമയത്ത് എന്നെ പുറകിൽ നിന്നാരും ഇങ്ങനെ വലിച്ചു, തിരിഞ്ഞ് നടക്കാൻ നേരത്ത്. എന്നിട്ട് പറഞ്ഞു, മേലിൽ അവിടെ പ്രതിഷ്ഠിപ്പിച്ചേക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ പരിപാടിക്ക് പോയിട്ടില്ല. അതെന്ന് വെച്ചാല് എന്നെ കൊച്ചിലെ തൊട്ട് എനിക്ക് ആ ഒരു ദൈവികമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അറിയാതെ തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഒറ്റപ്പെടലുകളും മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ദേവി എന്നെ കൈവിട്ടിട്ടില്ല. ദേവി എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ആ ഒരു വിശ്വാസം. എല്ലാവരും പറയും, അതില്ല ഇതില്ല, എല്ലാം അന്ധവിശ്വാസമാണ്. ചിലർ പറയും നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിന്റെ തോന്നലാണ്, നീ അത് ഓരോരുത്തർ പറയല്ലോ, ഓരോരോ പേര് പറയല്ലോ. എന്തായാലും ഈ സൈക്കാട്രിസ്റ്റുമാരൊക്കെ ഓരോ പേരിട്ട് പറയും ഇതിന്. അത് വെച്ചാൽ ഡെലൂഷനാണ്, മറ്റേതാണ്, മറിച്ചതാണ്. പക്ഷെ അവർക്കത് അനുഭവത്തിൽ വരുമ്പോഴായിരിക്കും അവര് അറിയുന്നത് ഇന്ന പോലുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തന്നത് എൻ്റെ ദൈവം തന്നെയാണ്, എൻ്റെ ദേവിയാണ്. ആ ദേവിയോട് എനിക്ക് അത്രയ്ക്ക് കടപ്പാടും നന്ദിയുമുണ്ട്. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ നമുക്കൊരു ടൈം തന്നിട്ടുണ്ട്. നമ്മൾ എപ്പം മരിക്കും, എപ്പം നമ്മൾ ജീവിക്കും, എല്ലാം മുകളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാക്കി, അതിനെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് തീർക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടി വരും. അതിലെ ഒരു പുനർജന്മമാണ് ഞാൻ. മനസ്സിലായോ? ഈ പുനർജന്മം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാനുള്ള കാരണം, എന്നോട് ഒരു സ്ത്രീ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല, വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ പോലെ. ആ സമയത്ത് ഒരു ഫോറിൻ വുമൺ എന്നോട് സംസാരിച്ചപ്പോൾ അയ്യോ ഇതാരാ, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയാലും. അപ്പൊ അവരെന്റെ അടുത്ത് ദേവിയുടെ സാന്നിധ്യത്തിൽ അവരെന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരാണ് ഞാനെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ചെറിയൊരു സൂചന കിട്ടി. പക്ഷെ അവരെന്തുകൊണ്ടാണ് എന്നെ ഫോക്കസ് ചെയ്തത്, എന്ത് കാരണമാണെന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ സ്ത്രീക്ക് ലക്ഷ്യങ്ങൾ തീർക്കാതെ പോയ ഒരു സ്ത്രീയാണ്. അവര് വീണ്ടും ജന്മം എടുത്തു. അതാണ് ഞാൻ. മനസ്സിലായല്ലോ?
പക്ഷെ ചിലരൊക്കെ പറയും ഇതൊക്കെ വെറുതെ തള്ളു കേസാണ്. പക്ഷെ ഞാൻ ശരിക്കും എനിക്ക് ബോധമുള്ളപ്പോൾ തന്നെയാണ് എന്റെ ശരീരം ആകെ അങ്ങ് കുളിര് കയറുന്ന പോലായിരുന്നു. അവരെന്നോട് സംസാരിക്കും. എനിക്കങ്ങ് കരച്ചിൽ വരുന്നു, വിഷമവും വരുന്നു, സന്തോഷവും കരച്ചിലും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നും എപ്പോഴും ഞാൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഓർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് സമയത്തേക്ക് എനിക്ക് മലയാളം സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ ഫോറിൻ വുമൻ കഷ്ടപ്പെട്ട് മലയാളം പറയുന്ന പോലെ ആയിപ്പോയി എൻ്റെ കുറച്ചു നേരം എനിക്ക് കമ്മ്യൂണിക്കേഷൻ. എന്നോട് കുറേ നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എൻ്റെ കൂടെയുള്ളവരൊക്കെ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, നീ ഇനി മുന്നോട്ട് പോകണം, നീ സ്പോയിൽ ചെയ്യരുത് എൻ്റെ ലൈഫ് എന്ന് അവരെന്നോട് പറഞ്ഞു. ഇത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഗൈസ്. നിങ്ങൾ ഈ പാസ്റ്റ് ലൈഫിലും കർമ്മയിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.